ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ, വൈകുന്നേരത്തെ കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പം അതിന് രാവിലത്തെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഇത് ജസ്റ്റ് ഉച്ചക്കുള്ളതാണ്. മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവന് ചോറിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ബിരിയാണിയാണ് ഫ്രൈ ചെയ്തുണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് മോനും കൊടുത്ത് ഞാനും കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. ഇപ്പോൾ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ, വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് മോൻ ട്യൂഷന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, അവൻ വരാറായിട്ടുണ്ട്. അപ്പം പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് മധുരമില്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണേ, അവന് ഇന്ന് ഫുട്ബോൾ കോച്ചിങ്ങിനും കൂടെ പോകാനുള്ളതാണ്, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ ഏതായാലും വൈകുന്നേരം എണീറ്റ് വന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് വന്ന് വേഗത്തിൽ എനിക്കുള്ള കട്ടൻ ചായ ഉണ്ടാക്കി, മോന് കുറച്ച് കൊഴുക്കട്ട, നമ്മുടെ കടുകൊക്കെ താളിച്ചിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മധുരമുള്ളതാണ് അധികം കൊടുക്കാറ്, അപ്പോൾ ഇന്ന് അവന് മധുരം വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനിത് നമ്മുടെ നൂൽപുട്ടിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തിളച്ച വെള്ളത്തിലൊന്നും ഇടാറില്ല, ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കാറേ ഉള്ളൂ. കാരണം ഇത് എങ്ങനെ കുഴച്ചാലും നല്ല ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലൊന്നും ഇടാൻ നിൽക്കാറില്ല, പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നല്ല ചൂടുവെള്ളം, ഇനിയിപ്പോൾ അതും മടിയുള്ള ദിവസം പച്ച വെള്ളത്തിൽ തന്നെ കുഴക്കും, അപ്പോഴും നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഇന്ന് പിന്നെ വീഡിയോയും കൂടി എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു എന്ന് മാത്രം. അപ്പോൾ അത് കുഴച്ച് നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ്, എന്നിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ചായയും കൊഴുക്കട്ടയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു 7:15 ആകുമ്പോഴേക്കും അവൻ വരുമ്പം തന്നെ 6:30 6:45 ആവും കേട്ടോ. അപ്പം ഞാൻ എണീറ്റ് ഇപ്പോൾ വൈകുന്നേരം എണീറ്റ് വന്നത് തന്നെ ഒരു 5:30 മണിക്കാണ്. വന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അങ്ങനെയാണ്. ഇതിപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ ഉരുട്ടിയെടുക്കുന്നത്, അതാണ് കാണിച്ചത്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ എനിക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ചായ കുറച്ച് തണിയണം. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കട്ടൻ ചായയും കൂടെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ഉരുട്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 5:30 മണിക്ക് എണീറ്റ് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു 6 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനൊരു 6:30 6:45 ആകുമ്പോഴേക്കും വരും. വന്നു കഴിഞ്ഞ് അവന് ഇത് കൊടുത്തിട്ട് ഒരു 7 മണി 7:15 ആകുമ്പോഴേക്കും അവന് ഫുട്ബോൾ കോച്ചിങ്ങിന് പോയാൽ പിന്നെ അവൻ വരുന്നത് 9:30 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൊടുക്കാതെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അപ്പം പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരമുള്ളതൊന്നും ഉണ്ടാക്കരുതെന്ന്. പിന്നെ എപ്പോഴും ബ്രെഡും ചീസ് മാഗി ഇങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇത് ഉണ്ടാക്കി വെക്കാമെന്ന്. കഴിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കുന്നതാണ്. ഞാനും ഹസ്ബൻഡും കഴിക്കും, കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമില്ല, എന്നാലും ഞാനത് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇന്നിപ്പം എന്തെങ്കിലും കൊടുക്കാണ്ട് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ആ കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് നമ്മുടെ മാവൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം അതൊന്ന് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ കാണിക്കുന്നുണ്ട്, ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഉരുട്ടിയെടുത്ത് ഇനി ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ, ചെയ്യാത്തവരുണ്ടാവില്ല, ഈ റെസിപ്പി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ, അത് കാരണം ഞാൻ ഈ റെസിപ്പി ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ അവിടെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ചെറിയ ചെറിയ ഉരുളകളാണ്, പിന്നെ ചൂടുവെള്ളത്തിൽ കുഴച്ചതും അല്ലേ, വറുത്ത് വെച്ച അരിപ്പൊടിയും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഉരുളയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടുന്ന കുറച്ച് നാളികേരം ചിരണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ സാധാരണ ചിരവ് തന്നെയാണ്, അത് ഒരു ഭാഗം സ്ലോപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിന്നിട്ട് തന്നെ ചിരകാൻ പറ്റും. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ നിന്നിട്ട് തന്നെ ചിരകൂട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇരിക്കാൻ മടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നാളികേരം ചിരകിയെടുത്ത് ഓരോ തവണയും ഞാൻ ആ ചിരവ കഴുകി വെക്കും. കാരണം വല്ല പല്ലി പാറ്റൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇതുവരെ ഞാൻ പല്ലി ഞങ്ങളുടെ വീട്ടിനകത്ത്, അതായത് ഇവിടെ ഫ്ലാറ്റിനകത്ത് കാണാറേ ഇല്ല, പക്ഷെ പാറ്റ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓരോ തവണയും ഞാൻ ആ ചിരവ കഴുകിയിട്ടാണ് കേട്ടോ എടുക്കുക. അപ്പോൾ അതൊക്കെ കഴുകി വീണ്ടും അവിടെ തന്നെ വെച്ചു. അപ്പം തന്നെ ഞാൻ പ്ലാറ്റ്ഫോം തേങ്ങയുടെ പൊടിയൊക്കെ വീണത് അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട്, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പം അത് നീറ്റാക്കി ഇട്ടിട്ടില്ലെങ്കിൽ കാണുമ്പോൾ വല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനിയിപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം. അപ്പോൾ ചെറിയ ഉള്ളിയൊന്നും ചേർത്താൽ കുട്ടികൾ കഴിക്കുമെന്ന് അറിയില്ല, എന്നാലും അവൻ പറഞ്ഞിട്ട് പോയത് കാരണം, മധുരമുള്ളതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയത് കാരണം ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ചെറിയ ഉള്ളി മൂപ്പിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, കാരണം കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനൊരു 5-6 ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം തേങ്ങയും ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി അവിടെ വെക്കുമ്പോഴേക്കും നമ്മുടെ ആവി കയറ്റിയത് റെഡിയാവുമല്ലോ, അതായത് കൊഴുക്കട്ട റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അതിന്
അതിൻ്റെ ഇടയിലാണ് ഓർമ്മ വന്നത്. ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ബാൽക്കണി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകാറുണ്ട്. ഇന്ന് ആ നേരത്ത് കോളിംഗ് ബെല്ല് ആരോ അടിച്ച സമയത്ത് അങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് പോയി, പിന്നെ ഞാനത് മറന്നു, ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ബാൽക്കണിയിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ വൈകുന്നേരം തുണി അഴയെന്നെടുത്ത് ബെഡിൽ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. മോളത് ലാപ്ടോപ്പ് അവിടെ തുറന്നു വെച്ചത് അങ്ങനെ തന്നെ ഓടിയുണ്ട് കേട്ടോ. പിന്നെ അത് വേഗം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരുമ്പോഴേക്കും ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല അങ്ങനെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയായിരിക്കും കേട്ടോ. ഇവിടുന്ന് വാങ്ങിക്കുന്ന പൊടിയാണ്, ലൂസ് പൊടിയാണ്. അതായത് കിലോ 50 രൂപ 52 രൂപ എങ്ങനെയായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന പൊടിയാണ്. ഇതാണ് ഞാൻ ഇടിയപ്പത്തിനൊക്കെ എടുക്കാറ് കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലെ ഇങ്ങനെ അതെന്തുണ്ടോ സ്പോഞ്ച് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് പച്ചവെള്ളത്തിൽ കുഴച്ചാലും അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതേ റെസിപ്പി കാണേണ്ടവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് ഉഴുന്നുപരിപ്പ് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉഴുന്നുപരിപ്പ് മൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ചുവന്നമുളക്, നമുക്ക് എരിവിന് ആവശ്യമുള്ള ചുവന്നമുളക്, ഒരു 1-2 പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടു. നല്ല എരിവുള്ളത് കാരണം ഒറ്റ പച്ചമുളക് മാത്രം 4ആയിട്ട് കീറിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ചെറിയ ഉള്ളി ഇത് അത്യാവശ്യം ഗോൾഡൻ നിറത്തിലൊന്ന് താളിച്ചെടുത്തു കേട്ടോ. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഈ കൊഴുക്കട്ടയ്ക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം മഞ്ഞൾപ്പൊടി, അപ്പോൾ കുട്ടികൾക്കല്ലേ, അപ്പോൾ മോനൊക്കെ കൊടുക്കുമ്പോൾ ഇത്തിരി കളർ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ അതിനാവശ്യത്തിനുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് തേങ്ങ അതിനകത്തുനിന്ന് അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ കൊഴുക്കട്ട വേവിച്ച് വെച്ചത് ഇതിനകത്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ തന്നെ കുറച്ച് നേരം അങ്ങനെ മൂടി വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ മോൻ വന്നിട്ടില്ല. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗത്തിൽ തന്നെ 2-3 തുണി മാത്രം, അതായത് കൈ കൊണ്ട് കഴുകാനുള്ള നല്ല തുണികൾ, ബാക്കിയൊക്കെ മെഷീനിലിടുക. കാരണം നമുക്ക് ഈ ബാത്റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ വേണ്ടേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാൻ കഴിയുന്നതും മെഷീനിൽ തന്നെ അലക്കാറുള്ളൂ. ഇതുപോലെ നല്ല വെള്ള ഷർട്ടാണത് ഹസ്ബൻഡിൻ്റെ. അപ്പം ആ ഷർട്ടൊക്കെ നമുക്കങ്ങനെ മെഷീനിലിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള 1-2 തുണികൾ മാത്രമേ ഞാൻ കൈകൊണ്ട് അലക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത് ബ്ലൗസാണ്. ബ്ലൗസൊന്നും ഞാൻ മെഷീനിലിടാറില്ല, സാരിയൊന്നും മെഷീനിലിടാറില്ല. അപ്പോൾ ഇന്നലെ പൊങ്കാലക്ക് മോൾ കൊടുത്ത ബ്ലൗസാണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അത് മാത്രം, ബാക്കിയൊക്കെ രാവിലെ മെഷീനിൽ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രം ഒന്ന് വേഗത്തിൽ അലക്കി ആറിയിട്ടിട്ട് വന്നു കേട്ടോ. ആളുടെ വെള്ള ഷർട്ടാണ്. ഓഫീസിൽ ആഴ്ചയിൽ 2-3 ദിവസം പ്ലെയിൻ വെള്ള ഷർട്ട് ഇട്ടിട്ട് പോകും. അപ്പോൾ അത് മാത്രമേ ഞാൻ കൈകൊണ്ട് അലക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗത്തിൽ അതൊന്ന് അലക്കിയിട്ടൊക്കെ വന്നു. അപ്പോഴേക്ക് ഇതേ മോൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഈ ഒരു സോഫയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ നമ്മുടെ കൊഴുക്കട്ട കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മണപ്പിച്ച് നോക്കി കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്ത് സാധനം കൊടുത്താലും ഇഷ്ടമില്ലാണ്ടാണ്. അപ്പം സംശയത്തോടെയൊക്കെയാണ് കഴിക്കാറ്. അപ്പം ഞാനത് നല്ല ടേസ്റ്റാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ചായയും കൂടെ കൊടുത്തു. അപ്പം അങ്ങനെ അവൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. എപ്പോഴും ഈ ബ്രെഡ്, ചീസ്, മാഗി അങ്ങനത്തെ മധുരമുള്ള കൊഴുക്കട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ അവനിങ്ങനെ കൊടുത്തു. പക്ഷേ ആദ്യം കണ്ടപ്പോൾ ഇതേ കുറച്ച് കഴിച്ചു കേട്ടോ. ആദ്യത്തേത് ഞാൻ അവന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, സൂം ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവൻ കഴിച്ചില്ല കേട്ടോ. കുറച്ച് 2-3 സ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ. എനിക്കറിയായിരുന്നു അങ്ങനെ പിള്ളേർ അങ്ങനെ അത്രയ്ക്കുള്ള ഇതൊന്നും കഴിക്കാറില്ല, അവർക്ക് എപ്പോഴും മറ്റുള്ള ഐറ്റംസ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അവനെ അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു. ഇനിയിപ്പോൾ അത് ഉഴുന്ന് അരിയിട്ടിട്ടുണ്ടായിരുന്നു നാളത്തേക്ക്. ഇപ്പോൾ രാവിലെ മോനെ 6:30 സ്കൂൾ 6:45 പോകുമ്പോൾ ഈ രാവിലെ ദോശമാവോ ഇഡ്ഡലി മാവോ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിലും 2-3 തവണ ഞാൻ ഇഡ്ഡലി മാവിന് ദോശക്കൊക്കെ അരച്ച് വെക്കും. അപ്പോൾ ഇത് ഇന്ന് ഉഴുന്നരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗത്തിൽ തന്നെ ഉഴുന്നരി അരച്ച് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികൾക്കുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഉഴുന്ന് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി, അത് രണ്ടും സാധനങ്ങൾ മാത്രമേ കൂടുതലും കഴിക്കുള്ളൂ. പിന്നെ ലീവ് ദിവസങ്ങളിലാണെങ്കിൽ പുട്ട്, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കും, അത് കഴിക്കും. രാവിലെ നേരത്തെ പുട്ടൊന്നും, അല്ലാത്ത ദിവസങ്ങളിൽ പുട്ടൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനും, മോന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടേണ്ടതല്ലേ, അവർക്ക് 10 മണിക്ക് റിസസ് ടൈമിൽ അത് കഴിക്കേണ്ടതാണ്. അപ്പം പുട്ടൊന്നും കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഈ ആഴ്ചയിലുള്ള ഇങ്ങനെയുള്ള ദിവസം, സ്കൂളൊന്നും ഉള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കില്ല. ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ചപ്പാത്തി മോന് നൂട്ടലൊക്കെ പുരട്ടി കൊടുത്താൽ അത് കഴിച്ചോളും. പിന്നെ അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ തന്നെ വേണം. അപ്പം അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും ഉഴുന്നുവരിയും അരച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ അരച്ച നീർദോശ അതും കൊണ്ടുപോകും കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഉഴുന്ന് ദോശയൊക്കെ ദോശ മാവൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ ഓരോരോ തവണ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി നന്നായി തുടച്ചെടുത്ത് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴും അതങ്ങനെ നീറ്റായിട്ട് തന്നെ ഇരുന്നോളുമല്ലോ. അപ്പോൾ അതേ അരിയൊക്കെ അരച്ച് കഴിഞ്ഞ് മാവൊക്കെ നന്നായി കൈയിട്ട് കലക്കി ഒന്ന് മൂടി വെച്ച് ഇനിയിപ്പോൾ അതേ അവിടെ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇതേ മോന് ഫുട്ബോളിന് പോകേണ്ട സമയമായി. അപ്പോൾ ഇതേ വീട്ടിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കേട്ടോ കളി. ഇത് തന്നെ സ്ഥിരം പരിപാടി. ഇത് ഒരു ക്ലോക്ക് ഇതുപോലെ ഫുട്ബോൾ കളിച്ച് നശിപ്പിച്ചൊക്കെ ചെയ്ത് നല്ല അടിയൊക്കെ കിട്ടിയതാണ് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ്. പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ, എത്ര പറഞ്ഞാലും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ടി വിയും തുറന്ന് വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക, ഫുട്ബോൾ കളിക്കുക, ഈ ഒരു കാര്യം തന്നെ വീട്ടിൻ്റെ അകത്ത് അവൻ. പിന്നെ ആ സോഫയിൽ അങ്ങ് കിടന്ന് ഇത് തന്നെയാണ് കേട്ടോ അവൻ്റെ പരിപാടി. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. ആ ബാഗിൻ്റെ കൈയൊക്കെ എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ്, എല്ലാം പെട്ടെന്ന് നശിപ്പിച്ച് വെക്കുന്നൊരു സ്വഭാവക്കാരനാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ കുറച്ച് വെള്ളം കൊണ്ടുപോകും. പിന്നെ തിരിച്ച് വരുമ്പോൾ ചിലപ്പം ഷൂ ഇട്ടിട്ട് കാല് വേനിക്കുന്നത് പറഞ്ഞിട്ട് ഒരു ചെരുപ്പ് പൊതിഞ്ഞു കൊണ്ടുപോകും കേട്ടോ. അപ്പം വരുന്ന സമയത്ത് ആ ഷൂ കഴിച്ച് മാറ്റിയിട്ട് ചെരുപ്പ് ഇട്ടിട്ടായിരിക്കും വരിക. അപ്പോൾ അതിനാണ് ആ ബാഗ്. മുടി ചീകാൻ പറഞ്ഞാൽ കേൾക്കില്ല, അത് ഇപ്പോൾ എപ്പോഴും കൈ കൊണ്ട് ഇങ്ങനെ ഒതുക്കി കൊടുക്കണം. പിന്നെ ഇതടുത്ത പരിപാടി. എവിടെ പോകണമെന്നുണ്ടെങ്കിലും കുറച്ച് ഉമ്മയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത്, ഇതുപോലെ ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്ന സമയത്ത്, ട്യൂഷന് പോകുന്ന സമയത്ത് ഇതൊക്കെയാണ്. പിന്നെ ഇത് താഴെ എത്തുന്നവരെ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ടി വി ഒക്കെ ഓഫ് ചെയ്ത് പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികളൊക്കെ പോയി ഇനിയിപ്പം ഉച്ചക്കത്തെ ബിരിയാണിയൊക്കെ ഉള്ളത് കാരണം തന്നെ രാത്രിയിൽ വലിയ കാര്യമായി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുട്ടികൾ വരുമ്പോഴേക്കും മോള് അവനെ കൊണ്ടുവിട്ടിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരം നടന്നിട്ടൊക്കെ കഴിഞ്ഞ് രാത്രി 9:30 അവനെയും വിളിച്ചിട്ട് തന്നെ വരുള്ളൂ. അപ്പോഴേക്കേ ഹസ്ബൻഡും വരുള്ളൂ. പിന്നെ ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ അതുവരെ. അപ്പോൾ പിന്നെ ഏതായാലും വിചാരിച്ചു കുറച്ച് നാൾ മുമ്പ്, കുറേ വർഷം മുമ്പ് വാങ്ങിച്ചതാണിത്. മോൾക്ക് ഒരു സെറ്റ് തയ്ച്ച് കഴിഞ്ഞ് എനിക്കും കൂടി 2 പേർക്കും കൂടി വാങ്ങിച്ചതായിരുന്നു. ഒരു ടോപ്പ് തയ്ക്കാനാണ്. നല്ല ഗോൾഡൻ്റെ നെറ്റ് വെച്ചിട്ട് പീച്ച് സാറ്റിൻ്റെ തുണി കൊണ്ട് യോക്ക് പീസ് നമ്മുടെ ഇത് വെക്കാനാണ്. ഗോൾഡൻ നെറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. മോൾക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സെറ്റ് എനിക്കും തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളെ അതങ്ങനെ അവിടെ കിടക്കല്ലേ, എന്നാൽ പിന്നെ അത് ഞാൻ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇരുന്ന് തയ്ക്കാമല്ലോ എന്ന് കേട്ടോ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആരോ കോളിംഗ് ബെല്ലടിച്ചു. പിന്നെ ഞാൻ വേഗത്തിൽ അപ്പോൾ അതെൻ്റെ അയൽവക്കത്തെ ഒരു ഉത്തർപ്രദേശുകാരിയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവളോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ ബാക്കിയും കൂടെ മുറിച്ചെടുത്ത് റെഡിയാക്കി എടുത്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ തയ്പ്പ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കേട്ടോ.